നമസ്കാരം, ഞാൻ ഡോക്ടർ മഹേഷ്. ഞാൻ PVS സൺറൈസ് ഹോസ്പിറ്റൽ കാലിക്കറ്റിലെ ക്രിട്ടിക്കൽ കെയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡയറക്ടറാണ്. ഈയിടെയായിട്ട് നമുക്ക് പാമ്പ് കടി ഏറ്റുവരുന്ന കേസുകൾ ഒരുപാട് കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കൊന്ന് പാമ്പ് കടിയെ പറ്റി കുറച്ചൊന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചത്. നമ്മുടെ നാട്ടിൽ, ഇന്ത്യയിൽ ഓൾമോസ്റ്റ് ഒരു 300-ൽ പരം സ്പീഷീസ് ഓഫ് സ്നേക്സ് ഉണ്ട്. അതിൽ 60ഓളം സ്പീഷീസ് എന്ന് പറയുന്നത് പോയ്സണസ് ആണ്. അപ്പോൾ ഈ പോയ്സണസ് സ്നേക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അതിലേറ്റവും കൂടുതൽ ഡെത്ത്സ്, അതായത് പാമ്പ് കടിയേറ്റ് മരണം സംഭവിക്കുന്ന ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ 90% മെയിനായിട്ട് 4 ടൈപ്പ് പാമ്പുകളുടെ കടിയേറ്റാണ് ഈ മരണം സംഭവിക്കുന്നത്. അതിനെ നമ്മൾ ബിഗ് 4 എന്ന് പറയും. ബേസിക്കലി കോബ്ര അല്ലെങ്കിൽ മൂർഖൻ, ക്രേറ്റ് ശംഖുവരയൻ എന്ന് പറയുന്ന പാമ്പ്, പിന്നെ അണലി തന്നെ 2 ടൈപ്പ്. അപ്പോൾ വൈപ്പർ 2 ടൈപ്പ്, റസൽസ് വൈപ്പർ, സോസ്കെയിൽ വൈപ്പർ. ഈ 4 പാമ്പുകളെ നമ്മൾ ദി ബിഗ് 4 എന്ന് പറയും. ഈ 4 പാമ്പുകളുടെ കടിയേറ്റാണ് ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ, ഇന്ത്യയിലെ ആൻറ്റി സ്നേക്ക് വെനം എന്ന് പറയുന്നത്, നമ്മൾ പലരും വിചാരിക്കുന്ന പോലെ ഒരു എല്ലാ പാമ്പിനും ഒരു ആൻറ്റി സ്നേക്ക് വെനം ASV ഇല്ല. നമ്മുടെ നാട്ടിൽ ASV എന്ന് പറയുന്നത് ഈ 4 ബിഗ് 4നെ കവർ ചെയ്യുന്ന രീതിയിലുള്ള ASV ആണ്. അതായത് ഈ 4 പാമ്പുകളുടെ കടി ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കുന്ന ഇത് കാരണമായതുകൊണ്ട് തന്നെ ഇതിനെ കവർ ചെയ്യുന്ന രീതിയിലുള്ള ASV ആണ് നമുക്ക് അവൈലബിൾ ഇന്ത്യയിൽ. അതുകൊണ്ട് തന്നെ ഈ 4 മെയിൻ പാമ്പുകളല്ലാതെ ഉള്ള ഒരു പാമ്പ് കടിയാണെങ്കിൽ അതിന് സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. ഒരു പാമ്പ് കടി ഏറ്റാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് എയ്ഡ് എന്താണ് ചെയ്യേണ്ടത്? അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് മിത്സ് ഉണ്ട്. പല കാര്യങ്ങളും നമ്മൾ പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ നമ്മൾ ചെയ്യാറില്ല. ഇപ്പോഴത്തെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് പാമ്പ് കടി ഏറ്റ് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ASV, ആൻറ്റി സ്നേക്ക് വെനം ഉള്ള ഹോസ്പിറ്റലിലേക്ക് ഏറ്റവും എളുപ്പം എത്തുക എന്നുള്ളതാണ്. സമയം വേസ്റ്റ് ചെയ്യാതെ ഹോസ്പിറ്റലിൽ എത്തുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്, കഴിയുന്നതും ഇപ്പോൾ പാമ്പ് കടി ഇപ്പോൾ കാലിലോ കയ്യിലോ ഒക്കെ ആണെങ്കിൽ ആ ഒരു ലിംബ് ഇമ്മൊബിലൈസ് ചെയ്യുക, അത് അനക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. പിന്നെ കഴിയുന്നതും ഇപ്പോഴത്തെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് അഗൈൻ പേഷ്യൻറ്റിന് കാലിലാണ് പാമ്പ് കടി ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പേഷ്യൻറ്റിനെ ക്യാരി ചെയ്യുക, എടുത്തുകൊണ്ട് പോകുക, നടക്കാൻ സമ്മതിക്കാതിരിക്കുക. കാര്യം പാമ്പ് കടി ആ വിഷം ബോഡിയിലേക്ക് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്നുള്ളതുകൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ പണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന വളരെ ടൈറ്റായിട്ട് പാമ്പ് കടിയേറ്റ സ്ഥലത്ത് അതിന് മുകളിൽ കെട്ടുക, പിന്നെ ഒരു മുറിവുണ്ടാക്കി, പാമ്പ് കടിയേറ്റ സ്ഥലത്ത് മുറിവുണ്ടാക്കി രക്തം കളയുക, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇപ്പോൾ അതിനൊന്നും ഒരു എവിഡൻസും ഇല്ല. അതൊന്നും ചെയ്യാതിരിക്കുക. അതൊക്കെ സമയം കളയുകയും ചെയ്യും, കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പാമ്പ് കടി നോക്കിക്കഴിഞ്ഞാൽ ഈവൻ നമ്മുടെ ഈ ഒരു പോയ്സണസ് സ്നേക്സിൻ്റെ ബൈറ്റ് ആണെങ്കിൽ പോലും അതിലൊരു 25% ഡ്രൈ ബൈറ്റ് എന്ന് പറയും. മോസ്റ്റ് ഓഫ് ദീസ് ഡ്രൈ ബൈറ്റ്സ് എന്ന് പറയുന്നത് അതിൽ വിഷാംശം ഉണ്ടാവണമെന്നില്ല, വിഷം തീണ്ടിയിട്ടുണ്ടാവില്ല. വിഷപ്പാമ്പാണെങ്കിൽ പോലും അതിൻ്റെ വിഷം ബോഡിയിലേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് ഡ്രൈ ബൈറ്റ് എന്നാണ് പറയുക. അപ്പോൾ ഒരുപാട് ബൈറ്റ്സും ഡ്രൈ ബൈറ്റ്സാണ്, ഒരുപാട് ബൈറ്റ്സും ഒരു നോൺ പോയ്സണസ് സ്നേക്സിൻ്റെ ബൈറ്റ്സാണ്. അതുകൊണ്ട് തന്നെ പേഷ്യൻറ്റിന് റീഅഷ്യൂർ ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മോസ്റ്റ്ലി നോൺ പോയ്സണസ് അല്ലാത്ത ഒരു വിഷം ഉള്ള പാമ്പ് അല്ലാതിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി വിഷം ഉള്ള പാമ്പാണ് എന്നുണ്ടെങ്കിൽ, വിഷം തീണ്ടിയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് നമ്മൾ സിംറ്റംസും പിന്നെ കുറച്ച് ടെസ്റ്റുകളാണ് നോക്കുക. അപ്പോൾ സിംറ്റംസ് മെയിൻലി ആ കടിച്ച സ്ഥലത്ത് സിവിയർ പെയിൻ ഉണ്ടാവാം, റെഡ്നെസ് ഉണ്ടാവാം, ലോക്കൽ റിയാക്ഷൻസ് ഉണ്ടാവാം. പിന്നെ അതല്ലാതെ സിസ്റ്റമിക്കായിട്ട് നമുക്ക് വയറിൽ വേദന വരാം, നോസിയ, വോമിറ്റിംഗ്, ഓക്കാനം, ഛർദി ഇതൊക്കെ വരാം, ചെസ്റ്റ് പെയിൻ വരാം, അതുപോലെ തന്നെ BP ലോ ആവാം, BP ലോ ആവാം, വളരെ ക്ഷീണം തോന്നാം, അത് മസിൽ വീക്ക്നെസ് വരാം, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട് വരാം. ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ സാധാരണ സിംറ്റംസിൽ നമ്മൾ നോക്കുക. അതുപോലെ തന്നെ ചില ബ്ലഡ് ടെസ്റ്റുകൾ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യും. ഈ ബ്ലഡിൽ കോയാഗുലേഷൻ അല്ലെങ്കിൽ ക്ലോട്ടിങ് അബ്നോർമാലിറ്റീസ് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കാനുള്ളത് ചെയ്യും. അങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഇത് എൻവെനമേഷൻ അല്ലെങ്കിൽ വിഷം തീണ്ടിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ആൻറ്റി സ്നേക്ക് വെനം കൊടുത്ത് അതിനെ ന്യൂട്രലൈസ് ചെയ്യാനാണ് ശ്രമിക്കുക. സോ ഇതിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം ഫസ്റ്റ് എയ്ഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒരുപാട് സമയം കളയാതെ ഹോസ്പിറ്റലിൽ എത്തുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കഴിയുന്നതും ആ കടിയേറ്റ ഭാഗം മൂവ് ചെയ്യുന്നത് കുറയ്ക്കുക, കഴിയുന്നതും ഇമ്മൊബിലൈസ് ചെയ്യുക, കഴിയുന്നതിന് എളുപ്പം ഹോസ്പിറ്റലിൽ എത്തുക. ഓക്കെ, താങ്ക് യു.